ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മളിന്ന് വന്നിരിക്കുന്നത് അൽക്കിസൈസ് ദമാസ്കസ് സ്ട്രീറ്റിലുള്ള കാറ്റിൽ മാർക്കറ്റിലാണ്. ഇവിടെ ഒരു വൈഡ് ഏരിയ ആണ്. നമ്മൾ കണ്ടില്ലേ, ഇവിടെ കാറ്റിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പശുക്കൾ, അതായത് ജീവനുള്ള പശുക്കളും ആടുകളും പിന്നെ ഷീപ്പുമൊക്കെ എന്താ പറയുക, സ്റ്റോക്ക് ചെയ്തിട്ടുള്ള, അത് ബിസിനസ് ആവശ്യത്തിനായിട്ട്, അതായത് പാല്, തൈര്, വെണ്ണ, നെയ്യ് അങ്ങനെ തുടങ്ങി മീറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പശുക്കളെയും ആടുകളെയും ഒക്കെ വളർത്തുന്ന ഒരു ഏരിയയാണിത്. നമ്മൾ ഇവിടെ ഭയങ്കര സ്മെല്ലാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ വരുമ്പോൾ. ബട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പശു ഉള്ളിടത്ത് തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബട്ട് ഇവിടെയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പാലാണിത്. പാല് അവർ കറന്നിട്ട് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഈ ഒരു ബോട്ടിൽ മിൽക്കിന് 10 ദിർഹംസാണ്, 10 ദിർഹംസാണ് ഇവിടെ. പാല് മാത്രമല്ല കേട്ടോ, ഇവിടെ നെയ്യുണ്ട്, അതുപോലെ പിന്നെ തൈര്, പിന്നെ മീറ്റ്, ചീസ്, അതൊക്കെ അവർ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കാശ് കൊടുത്തിട്ട് വേണമെങ്കിൽ വാങ്ങാം. പശുക്കളെയൊക്കെ അവർ പാലിൻ്റെ ഒക്കെ ആവശ്യത്തിന് അവർ വളർത്തുന്നത് കേട്ടോ. ഇതിന് ഓരോരുത്തർക്കും ഓരോ ട്രേഡേഴ്സാണ് എടുക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള, മറ്റ് രാജ്യങ്ങൾ, സിറിയയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് അവരാണ് ഈ പശുവിനൊക്കെ കെയർ ടേക്കേഴ്സായിട്ട് പശുക്കളെയൊക്കെ നോക്കുന്നതും അവരുടെ പാല് കറക്കുന്നതും അതിനെ വിൽക്കുന്നതും ഒക്കെ. ഇതുണ്ടല്ലോ, ഈ പാല് ഐസ് ക്യൂബ്സിലിട്ടിട്ട് ഇപ്പം കറന്ന പാലാണ് കേട്ടോ. നമ്മൾ അത് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മുട്ട, കോഴിമുട്ട ഒരുപാട് സെല്ലുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പശുക്കളാണ്. ബട്ട് ഇവിടെ ഒന്നും ഒരു സ്മെല്ലൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് അതിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ട്രെൻഡുകളാണ്. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ചെറിയതായിട്ടൊരു പശുവിൻ്റെ ഒരു യൂറിൻ, ചാണകം, അങ്ങനെ സ്മെല്ലുണ്ടെങ്കിലും അത് അധികമായിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്നും സ്മെല്ല് വരുന്നൊന്നുമില്ല. ഇവിടെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് നമ്മളിങ്ങനെ കാണുന്നില്ലേ, ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് ഇങ്ങനെ കാണുന്നതൊക്കെ അതിൻ്റെ ഫുഡ്, വെള്ളം ഒക്കെ കൊടുക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് സ്റ്റോളുകളുള്ള ഓരോ ട്രേഡിങ്ങുകാർ അവരുടെ സ്റ്റോളുകളെ റെൻറ്റിനാണ്, മുനിസിപ്പാലിറ്റിയുടെയാണ് കേട്ടോ. ഇത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണുള്ളത്. അപ്പോൾ അവർക്ക് റെൻറ്റ് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള ട്രേഡിങ്ങുകാർ ഇതെടുക്കുന്നത്. ഈ പാത്രങ്ങളിലാണ് ഇവർക്കൊക്കെ വെള്ളം, ഫുഡും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരുതരം വൈക്കോല് പോലുള്ള ഒരു ഡ്രൈ ഗ്രാസ് പോലത്തെ ഒരു സംഭവമാണ് ഇതിന് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു പൊടി പോലെയാണുള്ളത് ഇത് കഴിക്കുമ്പോൾ. പിന്നെ ഫ്ലോറൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ക്ലീൻലെസ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്നു. നമുക്ക് നേരിട്ട് നോക്കുമ്പോഴും അങ്ങനെ തോന്നി. അത് ഈ ഗ്രാസും അതുപോലെ അതിൻ്റെ ചാണകമൊക്കെ കുറച്ചൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ഒരു കളർ ചേഞ്ചസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ല, ഒരു ബേബി ഇന്ന് പശു പ്രസവിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പശുവിനെ, കുട്ടീനെ എടുത്ത് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് അതിൻ്റെ മദർ കവാണ്. അതിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എൻ്റെ കുട്ടീനെ മാറ്റി നിർത്തിയോണ്ട് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, അതോ കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. പിന്നെ ഇത് വേറൊരു സൈഡിലാണ്. ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടികളെയൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വീഡിയോയിൽ കാണാം. ഇവർക്ക് കമ്മലൊക്കെ ഇട്ട് ചെറിയ നമ്പേഴ്സൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പശുവിനെയൊന്നും ഇവിടെ മുറിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇത് അവർ കൂടുതലായിട്ടും മിൽക്ക് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പാലും തൈരും ഒക്കെ വാങ്ങിയിട്ട് പോകുന്നത് കാണുന്നുണ്ട്. ഞങ്ങളിത് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലാണ്, അങ്ങനെ ബാഡ് സ്മെല്ലൊന്നുമില്ല. നാട്ടിലെ ഒരു പശുവിൻ്റെ ഒരു സ്മെല്ലുണ്ടാവില്ലേ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ മിൽക്ക് പൗഡർ മിക്സ്ഡും അല്ല. അതിൻ്റെ ഒരു പശുക്കുട്ടി എവിടെയെങ്കിലും നോക്കുന്നു. പശുക്കളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഇത് കറവയുള്ള പശുവിനെ മാത്രമേ അവർ മാനേജ് ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലായിട്ട് മീറ്റ് പർപ്പസിന് മട്ടണാണ്, അതായത് ആടിനെയും ഷീപ്പിനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു ആയിരക്കണക്കിന് പശുക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. 1995
ഇതൊരു ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു ഇതാണ് ഇവിടെ ഇവർക്ക് പശുവിന് കൊടുക്കുന്നൊരു ഫുഡ്. ഏകദേശം ഒരു 1000-ൻ്റെ താഴെ പശുവൊക്കെ ഉണ്ടാവാൻ വഴിയുള്ളൂ ഇവിടെ. പക്ഷെ കൂടുതലും ഗോട്ടാണുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, പശുക്കുട്ടി പാൽ കുടിക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ പശുവിൻ്റെ അടുത്ത് വരുമ്പോൾ അത് നമ്മൾ ഉപദ്രവിക്കണമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യാം. കൂടുതലും പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സിറിയയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെയുള്ള ഒരുപാട് ആൾക്കാരാണ്, ട്രേഡേഴ്സാണ് ഇതൊക്കെ സ്റ്റോളുകളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇത് ഷീപ്സാണ് ഇവിടെ ഉള്ളത്, ഷീപ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ കൂടുതലായിട്ട് സീസണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്ലാമിക് കൺട്രി അല്ലേ, അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും പെരുന്നാൾ, ബക്രീദ്, ഈദ്, അതുപോലെ നബിദിനം അങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിലാണ് കൂടുതലായിട്ട് ഇവിടെ മീറ്റുകളൊക്കെ ഭയങ്കര തിരക്കുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ മീറ്റിനൊക്കെ ഭയങ്കര വിലയായിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് മീറ്റും അതുപോലെ ചില സ്ഥലങ്ങളിൽ മീറ്റ് വിൽക്കുന്ന മീറ്റ് സ്റ്റോളുകാരൊക്കെ വന്നിട്ട് 2-3 ഗോട്ടിനെയൊക്കെ ഇങ്ങനെ വാങ്ങിപ്പോകുന്നതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്ര വലിയൊരു ഏരിയ ഒന്ന് നോക്കൂ, കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ പാല് കറക്കുന്നുണ്ടല്ലേ. ബട്ട് അതിനെ ഒട്ടും വിഷമിപ്പിക്കാതെയാണ് അവർ പാലൊക്കെ കറന്നെടുക്കുന്നത്. ഇവിടെ നമ്മളൊരു 3 to 4 അല്ലെങ്കിൽ 2 to 4 ആണ് വന്നാലാണ് നമുക്കിങ്ങനെ പാലൊക്കെ എടുക്കുന്നത് ലൈവായിട്ട് കാണാൻ പറ്റുള്ളൂ. മെഷീൻസ് ഉപയോഗിച്ചിട്ട് അതിനെ വേദനിപ്പിച്ചിട്ട് നല്ലതായിട്ട് പാലെടുക്കുന്ന സാധാരണ ആണ് രീതിയിൽ അവർ പാലൊക്കെ എടുക്കുന്നത്. നമുക്ക് നടന്നിട്ടും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ദൂരത്തിലാണ് ഒരു ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ശരിക്കും അൽക്കിസൈസ് 5 ടൗണിന് നടുവിലായിട്ടാണ് ഉള്ളത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ഓരോരുത്തരുടെയും സ്റ്റാളുകൾക്ക് അവരവർ തന്നെ ഗ്രാസൊക്കെ കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റാളിൻ്റെ മുന്നിലും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആടുകളാണ് കേട്ടോ. ആടുകളെയൊക്കെ ഇവർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ അതുപോലെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോട്ടുകൾക്കൊക്കെ നല്ല ഡിമാൻഡാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും സൊമാലിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ആടുകളൊക്കെ വരുന്നത്. ഇത് കൂടുതലായിട്ടും മീറ്റ് പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്നത്. എപ്പോൾ വന്നാലും ഇവിടെ മീറ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വിലയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു ആയിരക്കണക്കിനല്ല, നമുക്ക് എണ്ണിയാൽ അത്രയും തീരാത്തത്രയും ആടുകളുണ്ട്. ഇങ്ങനെ ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ ഒരുപാട് ആടുകൾ ഈ ഒരു ചെറുതല്ല കേട്ടോ, ഇത് വലിയൊരു ഏരിയ ആണ്. ഒരുപാട് ആടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കേണ്ട കടയിൽ കാണുന്ന അത്രയും ആടുകൾ. ഓരോ സ്റ്റോളുകളിലും ഓരോരുത്തർക്കും ഒരുപാട് ആടുകളുണ്ട്. ഓരോ ആടിനൊക്കെ ഇവർ ഓരോ സീസൺ വൈസിൽ 500 മുതൽ 1300 ദിർഹംസ് വരെ, 500 ദിർഹംസ് മുതൽ 1300 ദിർഹംസ് വരെ ഒരു ആടിന് സീസണിൽ സെല് ചെയ്യാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞു കേട്ടത്. അങ്ങനെ ഒന്നും ടയേർഡൊന്നും അല്ല കേട്ടോ. ഇപ്പം നല്ലൊരു വെയിലുള്ള സമയമായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ, ക്ലീനിങ് സെക്ഷൻ സ്റ്റാഫുകളാണ്. മുനിസിപ്പാലിറ്റി ഡേ എന്ന് പറഞ്ഞില്ലേ, ഇവർക്കൊക്കെ അതിൻ്റെ സൂപ്പർവൈസറാണെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ യൂണിഫോം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് ഇതിനെയൊക്കെ ഈ ഏരിയ വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
പെർമിഷൻസ് ഒന്നും ഇവിടുന്ന് ഗവൺമെൻറ് തരില്ല. ഇവർ തമ്മിൽ ഭയങ്കര അടിയൊക്കെ ഉണ്ടാക്കും തോന്നുന്നുണ്ട് കേട്ടോ. പലരുടെ നേരത്തൊക്കെ ഇവർ തന്നെ ഇടിച്ചിട്ടൊക്കെ വേദനിപ്പിച്ചിട്ട് മുറിവൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു സ്മെല്ലി ആയിട്ടോ അല്ലെങ്കിൽ ഹൈജീൻ അല്ലാത്ത ഒരു ലെവലിലൊന്നും അല്ല കേട്ടോ. എല്ലാവരും ഫുഡും വെള്ളമൊക്കെ കഴിക്കുകയാണ്. നാട്ടിലെ പോലെ ഇങ്ങനെ ബിസിനസ് പർപ്പസ് നടത്തുന്ന ഒരു അൺഹെൽത്തി ആയ സിറ്റുവേഷനിലൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ